ഓക്കെ, നാളെ രാവിലെ 8 മണിക്ക് ഇവിടെ നിന്ന് തിരിക്കാം. അപ്പോഴേക്കും എല്ലാവരും റെഡിയായി എത്തുക. പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് 2-3 ജോഡി ഡ്രസ് എടുത്തോണം എല്ലാവരും. 2-3 ദിവസം നമ്മൾ പാറുവിൻ്റെ വീട്ടിൽ താമസിക്കും. മൂർത്തി അവസാന വാക്കെന്നതുപോലെ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ 7:45 കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും റെഡിയായി എത്തിയിരുന്നു. പാറു നേരത്തെ എഴുന്നേറ്റ് ചായയും പുട്ടും കടലക്കറിയും ഉണ്ടാക്കിയിരുന്നു. എല്ലാവർക്കും അവൾ ചായ കൊടുത്തു. ബാക്കി ഫുഡും പച്ചക്കറിയും മറ്റു കേടുവരുന്ന സാധനങ്ങളും കവിതയുടെ വീട്ടിൽ കൊണ്ടുകൊടുത്തു. താൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ലെന്നും നാട്ടിൽ പോകുകയാണെന്നും കുട്ടികളെ അങ്ങോട്ട് വിടരുതെന്നും അവൾ കവിതയെ പറഞ്ഞേൽപ്പിച്ചു. പാറു തിരിച്ച് വീട്ടിലേക്ക് പോയി. പാറു വാതിൽ പൂട്ടി ഇറങ്ങി. അവളുടെ കയ്യിലുള്ള ചെറിയ ബാഗ് ഡ്രൈവർ കാറിൻ്റെ ഡിക്കിയിൽ എടുത്തുവെച്ചു. അനന്തമൂർത്തി കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. ആദിയും ആകാശും അവരുടെ കാറിലും. ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുത്തു. പിന്നാലെ ആദിയും കാർ എടുത്തു. രാവിലത്തെ ട്രാഫിക്കിലും പെട്ട് ഹോട്ടലിലെ ചായക്കുടിയും കഴിഞ്ഞ് നോക്കുമ്പോൾ പാറുവിനെ കാണുന്നില്ല. യമുനയോട് ഇപ്പോൾ വരാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവൾ വാഷ്റൂമിൽ പോയതാവുമെന്ന് കരുതി. ആദി ശരിക്കും പേടിച്ചിരുന്നു. മറ്റുള്ളവരോട് പറഞ്ഞു. അവൻ പാറുവിനെ തിരക്കിയിറങ്ങി. അപ്പോൾ അവൾ തൊട്ടടുത്തുള്ള ബേക്കറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. കയ്യിൽ 2 കവറുമുണ്ട്. ആദി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഇതെന്താ? അവൻ ചോദിച്ചു. പാലും കുറച്ച് സ്വീറ്റ്സും. അവിടെ ഒന്നും ഉണ്ടാവില്ല. കുറച്ച് ദിവസം അടച്ചിട്ടതല്ലേ, അവൾ പറഞ്ഞു. അവൻ ഗൗരവത്തോടെ ഒന്ന് മൂളി. പിന്നെ പറഞ്ഞു, ഇനി എന്തെങ്കിലും വാങ്ങണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്നെ ഒരു അന്യനായി കാണണ്ട, ഓക്കെ? അവൾ തലകുലുക്കി. പിന്നെ അവൾക്കൊപ്പം കാറിൻ്റെ അടുത്തേക്ക് നടന്നു. കുഴപ്പമൊന്നുമില്ലെന്ന് ആദി ആംഗ്യത്തിലൂടെ മറ്റുള്ളവരോട് പറഞ്ഞു. പിന്നെ ആരും ഒന്നും ചോദിച്ചതുമില്ല. അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്. ഉച്ചയ്ക്കുള്ള ഫുഡ് പാഴ്സൽ വാങ്ങുകയാണോ അതോ അവിടെ പോയിട്ടുണ്ടാക്കണോ? അവൾ മെല്ലെ യമുനയോട് ചോദിച്ചു. അതൊക്കെ വാങ്ങി, അവർ പറഞ്ഞു. അവൾ തലയാട്ടി. അവർ 12:30 പാറുവിൻ്റെ നാട്ടിലെത്തി. മെയിൻ റോഡിൽ നിന്ന് ഇട റോഡിലേക്കും പിന്നീട് നാട്ടുവഴിയിലേക്കും തിരിഞ്ഞപ്പോൾ മൂർത്തിയുടെ കാറാണ് മുന്നിൽ പോയത്. പാറു ഡ്രൈവർക്ക് വഴി പറഞ്ഞു കൊടുത്തു. ആദ്യം അവർക്ക് പിന്നാലെ കാർ വിട്ടു. മൂർത്തിയുടെ കാർ വലിയ ഗേറ്റിന് മുൻപിൽ എത്തി നിന്നു. പാറു ഇറങ്ങി തൻ്റെ കയ്യിലുള്ള താക്കോൽ കൊണ്ട് ഗേറ്റിൻ്റെ ലോക്ക് എടുത്തു. ഗേറ്റ് ഇരുവശത്തേക്കും തുറന്നു വെച്ചു. ഡ്രൈവർ കാർ മുന്നോട്ടെടുത്തു നിർത്തി. അവൾക്ക് കയറാൻ വേണ്ടി. ഗേറ്റിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറിയാണ് വീട്. പാറു വണ്ടി വിടാൻ ഡ്രൈവർക്ക് കൈകൊണ്ട് സിഗ്നൽ നൽകി. ഡ്രൈവർ കാർ എടുത്തു. പിന്നാലെ ആദിയും. പാറു ഗേറ്റ് അടച്ചു. ഗേറ്റിൽ നിന്ന് വീട്ടിലേക്കുള്ള അത്യാവശ്യം വീതി കൂടിയ വഴിയുടെ ഇരുവശത്തുമുള്ള ചെടികൾ വെള്ളം കിട്ടാതെ വാടിത്തുടങ്ങിയിരുന്നു. മരങ്ങളുടെ തണുപ്പുള്ളതുകൊണ്ടാണ് അവ ഉണങ്ങിപ്പോകാത്തത്. വീട്ടിലേക്കുള്ള വഴിയിലും മുറ്റത്തും കരിയില നിറഞ്ഞിരുന്നു. 2 കാറുകളും മുറ്റത്ത് വന്നു നിന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ മൂർത്തിക്കും യമുനയ്ക്കും ആദിക്കും ആകാശിനും ഡ്രൈവർക്കുമൊക്കെ വീടും അന്തരീക്ഷവും ഒക്കെ കണ്ടു ഒരു പ്രത്യേകത തോന്നി. അപ്പോഴേക്കും പാറു അങ്ങോട്ടെത്തിയിരുന്നു. അവൾ കാറിൽ നിന്ന് പാലും പലഹാരവും അടങ്ങിയ കവറുകൾ എടുത്തു. ഉമ്മറത്തു കയറി. പിന്നെ താക്കോലെടുത്തു. നിറയെ കൊത്തുപണികൾ നിറഞ്ഞ വാതിൽ തുറന്നു. എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. എല്ലാവരും ഇരിപ്പുമുറിയിലെ സെറ്റിയിൽ ഇരുന്നു. അവൾ വേഗം തന്നെ ഒരു സ്റ്റീൽ കെറ്റിൽ കഴുകി കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുത്തു. ചായയ്ക്ക് വെള്ളം വെച്ചു. മറ്റൊരു സ്റ്റീൽ ചെമ്പ് കഴുകിയെടുത്തു. പാലും തിളപ്പിച്ച്. ഗ്യാസ് അടുപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും 5 ഗ്ലാസ് കഴുകി ട്രേയിൽ എടുത്തു വെച്ചു. ചെറിയ 2-3 ചില്ല് പ്ലേറ്റ് കഴുകി തുടച്ചു. പലഹാരങ്ങളും എടുത്തു വെച്ചു. അപ്പോഴേക്കും ചായ തിളച്ചിരുന്നു. അതിലേക്ക് തേയിലയും പാലും പഞ്ചസാരയും ചേർത്ത് ചായ അരിച്ചു ഗ്ലാസുകളിൽ പകർന്നു. പാറു ട്രേയുമായി ഇരുപ്പുമുറിയിലേക്ക് ചെന്നു. എല്ലാവരും അവിടെയുള്ള പാറുവിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോസ് നോക്കുന്നുണ്ടായിരുന്നു. പാറുവിൻ്റെ ഗ്രാജുവേഷൻ സെറിമണിയുടെയും റാങ്ക് വാങ്ങിയപ്പോഴുള്ള അവാർഡ് ദാന ചടങ്ങിൻ്റെ ഫോട്ടോയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു എല്ലാവർക്കും അവളോട് മതിപ്പ് തോന്നി. പാറു എല്ലാവർക്കും ചായ കൊടുത്തു. അതിനുശേഷം ആദിക്കും ആകാശിനും മുകളിലുള്ള മുറിയും
മൂർത്തിക്കും യമുനയ്ക്കും ഡ്രൈവർക്കും താഴെയുള്ള മുറികളും കൊടുത്തു. ഹരിയുടെ റൂം അടച്ചിരിക്കുകയാണ്. ഡ്രസ് മാറ്റി എല്ലാവരും പുറത്തിറങ്ങി. അപ്പോൾ വേഗം തന്നെ പാറു മുറികളിലെല്ലാം മാറാല തട്ടി അടിച്ചുവാരി തുടച്ചു. ബെഡ്ഷീറ്റും പില്ലോ കവറുകളും മാറ്റി എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തി. പിന്നീട് പാറു കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് ആറ്റി ജഗ്ഗിൽ നിറച്ചു വെച്ചു. പ്ലേറ്റുകൾ കഴുകി തുടച്ചു വെച്ചു. പുറത്തിറങ്ങിയവർ എല്ലാവരും അവിടെയുള്ള കൃഷികളും മരങ്ങളും കണ്ടു അന്തം വിട്ടു. പച്ചക്കറികൾ എല്ലാം പഴുത്തും ചീഞ്ഞും കാണപ്പെട്ടു. മൂത്തതുമുണ്ട്. കോവൽ, പാവൽ, പടവലം വള്ളികളിൽ ഇലകൾ വെള്ളം കിട്ടാതെ വാടിപ്പോയി. നല്ലതായി തോന്നിയ 2 കോവയ്ക്ക ആദി പറിച്ചു. കൈകൊണ്ട് നല്ലവണ്ണം തുടച്ചു വായിലിട്ട് ചവച്ചു. ഇതു കണ്ട് ആകാശും അതുപോലെ ചെയ്തു. അവരുടെ പ്രവൃത്തി കണ്ട് മൂർത്തിയും യമുനയും ചിരിച്ചു. അപ്പോഴേക്കും പാറു അവർ കൊണ്ടുവന്ന ഫുഡ് എടുത്തു വച്ചിരുന്നു. ഇനി ഊണ് കഴിക്കാം. അവൾ അടുക്കള മുറ്റത്ത് വന്ന് എല്ലാവരെയും വിളിച്ചു. എല്ലാവരും അകത്തു കയറി കൈ കഴുകിയിരുന്നു. പാറുവും യമുനയും വിളമ്പിക്കൊടുത്തു. മൂർത്തി അവരോടും ഇരിക്കാൻ പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിച്ചു. മൂർത്തിയും യമുനയും ആകാശും ആദിയും കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. ഡ്രൈവർ ഗേറ്റ് കടന്നു വഴിയിലേക്കിറങ്ങി. അവർ ഉണരുമ്പോഴേക്കും പാറു മുറ്റവും വഴിയും അടിച്ചുവാരി അതിരിൽ കൊണ്ടുപോയി തീയിട്ടു. ചെടികളൊക്കെ നനച്ചു കൊടുത്തു. തേങ്ങ എല്ലാം പെറുക്കി അടുക്കള മുറ്റത്ത് കൂട്ടിയിട്ടു. 2 വാഴക്കുല പഴുത്തു നിന്നിരുന്നു. മൂപ്പായതും കുലച്ചു തുടങ്ങിയതും എല്ലാം ഉണ്ടായിരുന്നു. അതെങ്ങനെ വെട്ടുമെന്ന് ചിന്തിച്ചു നിന്നു അവൾ. പിന്നീട് മാറ്റിയിട്ട പില്ലോ കവറുകളും ബെഡ്ഷീറ്റുകളും നനച്ചിട്ടു. അടുക്കളയിലേക്ക് ആവശ്യമായ വെള്ളം കിണറ്റിൽ നിന്ന് കോരിയെടുത്തു വച്ചു. പിന്നീട് അവൾ വാട്ടർ ടാങ്ക് കഴുകി വൃത്തിയാക്കി മോട്ടോർ ഓൺ ചെയ്തു. അവളുടെ ഈ പ്രവൃത്തികളെല്ലാം മുകളിലെ ജനലിൽ കൂടി ആദിയും ആകാശും കാണുന്നുണ്ടായിരുന്നു. ആദി അവളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ആകാശ് തടഞ്ഞു. നമ്മൾ ഇവിടെ അതിഥികളാണ്. അങ്ങനെയേ അവൾ കാണൂ. നീ ഇപ്പോൾ അങ്ങോട്ട് ചെന്നാൽ നിന്നെക്കൊണ്ട് അവൾ ഒരു പണിയും ചെയ്യിപ്പിക്കില്ല. നിന്റെ മുന്നിൽ വച്ചു അവൾ പണികൾ എടുക്കുകയുമില്ല. നീ ഇപ്പോൾ അങ്ങോട്ട് പോയി അവളുടെ ജോലി കൂടി ഇല്ലാതാക്കണ്ട. അവൾ ചെയ്യുന്ന രീതി കണ്ടില്ലേ? ഇതൊക്കെ അവൾക്ക് പരിചയമാണ്. അവൾക്ക് ശീലമാണ്. ആകാശ് പറഞ്ഞു. ആദിക്കും അത് ശരിയായി തോന്നി. വളരെ അഭിമാനിയാണ് അവൾ. 3 മണിക്കൂറിന് ശേഷം എല്ലാവരും പുറത്തേക്കിറങ്ങി. സോറി മോളെ, ജസ്റ്റ് ഒന്ന് കിടന്നതേ ഉള്ളൂ. ഉറങ്ങിപ്പോയി. എന്താ ഒരു സുഖം ഇവിടെ. മൂർത്തിയും യമുനയും പറഞ്ഞു. അതൊന്നും സാരമില്ല, അവളും പറഞ്ഞു. ഇനി നിന്റെ പ്ലാൻ എന്താ? ഇവിടെ ചെയ്യാൻ ഉള്ള കാര്യങ്ങളൊക്കെ? മൂർത്തി ചോദിച്ചു. വീട് വാടകയ്ക്ക് കൊടുക്കാൻ ഏർപ്പാട് ചെയ്യണം. പറമ്പ് നോക്കാൻ രാമേട്ടനോട് പറയണം. തേങ്ങയും കുരുമുളകും മറ്റും വിറ്റ് കിട്ടുന്നതിൽ ഒരു പങ്ക് അവർ എടുത്തോട്ടെ. ഇവിടെയുള്ള ചെലവുകളും കഴിച്ചു ബാക്കി എൻ്റെ അക്കൗണ്ടിൽ ഇടണം. പിന്നെ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പൊന്ന് വെട്ടി തെളിക്കാൻ ആളെ വിളിക്കാം. എല്ലാം രാമേട്ടനോട് പറയാം, അവർ ചെയ്തോളും. ചെയ്യാനുള്ള കാര്യങ്ങൾ ഒക്കെ പാറു പറഞ്ഞുകൊണ്ടിരുന്നു. ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യണം. ഇനി നമ്മൾ ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരില്ല, മൂർത്തി ഓർമ്മിപ്പിച്ചു. ഓക്കെ അച്ഛാ, രാമുശേട്ടനോട് പറഞ്ഞു താക്കോലും കൊടുത്താൽ എല്ലാം അവർ നോക്കിക്കോളും, പാറു പറഞ്ഞു. പിന്നെ കുറച്ച് സ്വർണ്ണമുണ്ട്, അത് ലോക്കറിൽ കൊണ്ടുവയ്ക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോഴേക്കും ഗേറ്റ് കടന്നു 2-3 സ്ത്രീകൾ അവളുടെ അടുത്തേക്ക് വന്നു. അയൽക്കാർ ആണെന്ന് മൂർത്തിക്കും ആദിക്കും ഒക്കെ മനസ്സിലായി. ഇവിടെ ഒച്ചയും അനക്കവും ഒക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മോള് വന്നൂന്ന്. കൂടെ ഭർത്താവ് വന്നില്ലേ? ഇതൊക്കെ ആരാ മോളെ? നിന്റെ ഭർത്താവിൻ്റെ കുടുംബക്കാരാണോ? ഒരു ജീവിതമാകുമ്പോൾ പിണക്കവും തെറ്റലും മിണ്ടലും ഒക്കെ സാധാരണയാ. മോൾ അങ്ങോട്ട് തന്നെ പോയത് നന്നായി. എന്നാലും ഞങ്ങളോടൊരു വാക്കു പറയാതെ മോള് പോയത് ശരിയായില്ല. എന്നാലും ഇപ്പോൾ വന്നതിൽ സന്തോഷം. ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. വന്ന സ്ത്രീകൾ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ഇനി ഞങ്ങൾ പോട്ടെ മോളെ. അവർ ഗേറ്റ് കടന്നുപോയി. അവർ ഗേറ്റ് കടന്നെന്ന് ഉറപ്പായതും മൂർത്തി തിരിഞ്ഞു പാറുവിനെ നോക്കി. എന്തൊക്കെയാ ഈ കേട്ടത്? എന്താ ഇതിൻ്റെ സത്യാവസ്ഥ? മൂർത്തി ചോദിച്ചു. അവളുടെ കല്യാണം കഴിഞ്ഞെന്ന് കേട്ടപ്പോൾ ആദിയും നിരാശയോടെ തല തിരിച്ചു. അവളുടെ മറുപടിക്കായി കാതോർത്തു. പാറു തളർന്നിരുന്നു. ഒരു നിമിഷം അവൾക്ക് എന്തു ചെയ്യണമെന്ന് അറിയാതെയായി. പിന്നെ എല്ലാം തുറന്നു പറഞ്ഞു.